എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ ബേബി ചായ. പിണങ്ങരുതേ അരുതേ അരുതേ, SDPI ബന്ധം തൂക്കിനാദാ. ഇല്ല, രാഷ്ട്രീയ പോക്കുകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. പോക്ക് എന്തായിരുന്നു? ഞങ്ങൾക്കൊരു ബന്ധമില്ല. നിങ്ങളുടെ ആ നീക്കും ആ പോക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുണ്ട് പൊക്കിയാൽ പച്ചയാണ്. മുണ്ടുപൊക്കിയ കാവ്യല്ലോ ഭാഗ്യം. അയ്യോ, പച്ചയാകാന്നാണോ? തീവ്ര പച്ചയാകാം. പച്ചയും വേണ്ട കാവ്യം വേണ്ട, ഞങ്ങൾക്ക് ചുവപ്പ് തന്നെ മതി. പക്ഷെ നിങ്ങളുടെ നിലപാട് എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ? നിങ്ങളുടെ നിലപാട് പറയും. ഞങ്ങൾ ആരുടെ വോട്ട് സ്വീകരിക്കും? ഞങ്ങൾക്ക് ആർക്കാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. RSS വന്നാലും ജമാഅത്തെ ഇസ്ലാമി വന്നാലും SDPI വന്നാലും ആരുടെ വോട്ടും മേടിക്കും. പക്ഷെ ഞങ്ങൾ അറിയുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ആരാണ് വോട്ട് ചെയ്തത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. എന്നിട്ട് നിങ്ങളുടെ EP ചിറ്റപ്പൻ ഇന്ന് പറഞ്ഞത് എന്താ? എന്ത് പറഞ്ഞു? നിങ്ങളുടെ EP ചിറ്റപ്പൻ ഇന്ന് എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? SDPIക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. അതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിണറായി ഒരു ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പോവായിരുന്നു. അതെ, വോട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ മാനവരെ ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവില്ല. നിങ്ങൾക്ക് ആര് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. പക്ഷേ EP ചിറ്റപ്പൻ ഇന്ന് പറഞ്ഞു SDPIക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പിണറായി എന്തായിരുന്നു പ്രചാരണത്തിന് പോയി പറഞ്ഞത്? വേണ്ടെന്ന്. വർഗീയ ശക്തികളുമായി സന്ധിയുമില്ല, കൂട്ടില്ല. അപ്പൊ പിന്നെ EP ചിറ്റപ്പൻ പറഞ്ഞത് സന്ധിയില്ലെന്നല്ലേ പറഞ്ഞ വോട്ട് അവരുടെ പൗരന്റെ അവകാശമാണ്. വോട്ട് നിർത്തൂ. പക്ഷേ ഇന്ന് MA ബേബി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ SDPIയുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന്. എന്തുകൊണ്ട് ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പിണറായിയും EPയും ഒന്നും പറയുന്നില്ല? അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് എന്താ പറയാത്തത്? നോക്കൂ, വോട്ട് എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. വേണോ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിക്കോളൂ. എന്നിട്ട് SDPIക്കാർ പറയുന്നുണ്ടല്ലോ നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന്. അപ്പൊ നിങ്ങൾ പറയാത്ത എന്താ? അങ്ങനെ നിങ്ങളുടെ പിന്തുണയൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന്. മതരാഷ്ട്രവാദത്തോട് CPM-ന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല, എതിർപ്പാണുള്ളത്. ഒന്നുകൂടെ വ്യക്തമാക്കും. അതായത് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തോട് CPM-ന് വിട്ടുവീഴ്ചയില്ല, എതിർപ്പാണുള്ളത്. അപ്പോൾ SDPI വോട്ട് സ്വീകരിക്കാം. അത് ഞങ്ങൾക്ക് അറിഞ്ഞോ. നിങ്ങൾ വർഗീയതയെ നിങ്ങൾ അകറ്റി നിർത്തും. SDPI വർഗീയമാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖമാണ് SDPI. നോക്കൂ, ഞങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുന്നു? പകൽ ഞങ്ങൾ ചെവലയും രാത്രിയിൽ ഞങ്ങൾ പച്ചകളുമാണ്. അതാണോ? അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ ടൈമും ഇനി എന്തോരം കളർ വരുവിടോ ഇത്? ഒരു സൈഡിൽ കാവി, മറ്റേ സൈഡിൽ പച്ച. എന്താ വേണ്ട ഇത്? ഞങ്ങൾക്കറിയാം. ചെവലക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി സ്പേസ്. കാവിയും പച്ച ഇടുന്നത് ആരോ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ കേട്ടോ. അതായത് നിർത്തോ. ഇന്ന് SDPIയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പുഴുങ്ങി വിളറി നിന്നു ഇവരുടെ മുഖ്യമന്ത്രി. എന്നിട്ട് അന്നേരം ഇരട്ടച്ചങ്ക് എവിടെ ആയിരുന്നു? അപ്പൊ അത് കൊട്ടത്തേങ്ങയായിരുന്നു. PDP മുമ്പത്തെ കണക്കൊന്നും നിങ്ങൾ പണയണ്ട, നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പണ കേട്ടോ. അതായത് SDPIയുടെ കാര്യത്തിൽ നിങ്ങളുടെ മുഖ്യന്റെ ഇരട്ടച്ചങ്ക് എന്തായിരുന്നു? കൊട്ടത്തേങ്ങയായിരുന്നു. അത് ഞങ്ങളുടെ നിലപാട്. എപ്പോഴും ഞങ്ങൾക്ക് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് പറ. SDP മതരാഷ്ട്രവാദത്തോട് മത തീവ്രവാദത്തോട് ഞങ്ങൾക്ക് സന്ധിയില്ല. അപ്പൊ നിങ്ങൾ പച്ചയ്ക്ക് പറ, ഞങ്ങൾക്ക് SDPI ജമാഅത്തെ ഇസ്ലാമിയുടെ ഒന്നും വോട്ട് വേണ്ടെന്ന് പറ. അത് ഞങ്ങൾ പറയില്ല. അത് അവരുടെ അവകാശമാണ്, വോട്ട് അവകാശം. അവർക്ക് നമുക്ക് വോട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് പറയണം. തീവ്ര നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് യോജിപ്പില്ല. നമ്മൾ അതെങ്ങനെ പറയും? നിങ്ങൾ പറഞ്ഞാൽ അവർ ചെയ്യൂല. നിങ്ങൾ പറയണം, അങ്ങനെ കണ്ട തീവ്ര പച്ചകളുടെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയണം. അങ്ങോട്ട് അവര് കോൺഗ്രസ് നോട്ട് ചെയ്യില്ല. അത് അവരാർക്കെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ നിലപാട് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം പിള്ളേച്ച. അല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറയാൻ നാട്ടുകാർ. എന്നെ കോൺഗ്രസും പറയണം വേണ്ട, നോട്ട് വേണ്ടെന്ന്. അയ്യോ, അതും പോട്ടെ. കോൺഗ്രസിന്റെ കാര്യം എടുത്തിട്ടപ്പോഴേ അവിടെ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അതായത് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞു കൂവിയത് എന്തും പറഞ്ഞുകൊണ്ടായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും കൊണ്ടാ ജയിച്ചതെന്ന്. അതെ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോഴെന്തുമായിരുന്നു പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും കൊണ്ടാ ജയിച്ചതെന്ന്. അതെ. നിങ്ങളുടെ AK ബാലൻ സഖാവ് കഴിഞ്ഞിടയ്ക്ക് വന്നിരുന്ന് മോങ്ങിയത് എന്തുമായിരുന്നു? ഞാൻ പറയാം. അതായത് AK ബാലൻ വന്നിരുന്ന് പറഞ്ഞത് ഈ പറയുന്ന കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മാറാട് കലാപങ്ങൾ ആവർത്തിക്കും.
ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈയാളും. അതെ, ഞങ്ങൾ പറഞ്ഞത് ആരാ? നമ്മൾ തന്നെ. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന പച്ചകളുടെ അല്ല, തീവ്ര പച്ചകളുടെ, നമ്മൾ ഒരു മതവിഭാഗത്തെ മറ്റേ ആക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരരുതേ. നമ്മൾ ഈ PFIയെയും SDPIയെയും ലീഗിനെയും ഒക്കെ വിമർശിക്കും. അത് ഒരിക്കലും മതത്തെ അധിക്ഷേപിക്കലല്ല. ഇതൊക്കെ ഒരു പാർട്ടികളാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് SDPIയെ മാറ്റി നിർത്തുന്നില്ല? അത് AKG സെന്ററിൽ ഒരു തോട്ട വീണപ്പോൾ ആദ്യം ഓടിയെത്തിയത് ആരായിരുന്നു? CPI പോലും അല്ല, SDPIക്കാര്. അത് തീവ്രവാദത്തോടും വർഗീയതയോടും ഞങ്ങൾ SDPI മാറ്റി നിർത്തൂ. നിങ്ങൾ കേരളത്തിലെ പല പഞ്ചായത്തുകളും തോളിൽ കൈയിട്ട് ഭരിക്കുന്നത് ആരുടെ കൂട്ടത്തിലാ? SDPIയുടെ മാനവരെ അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ്. ഈ നാട്ടിലെ വോട്ടവകാശമുള്ള പൗരന്മാരാണ്. ആ പൗരന്മാരോട് ഞങ്ങൾക്ക് വോട്ടിടലെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവരുടെ വോട്ടവകാശം അവർ വിനിയോഗിക്കും. നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിലപാടെന്ന് പറയുന്ന ആ സാധനം ഉണ്ടെങ്കിൽ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നങ്ങോട്ട് പറയണം. ആര് പറയണം? ഞാൻ പറയണോ? മുഖ്യമന്ത്രി പറയണം. പാർട്ടി സെക്രട്ടറി എപ്പോ പണഞ്ഞായിരുന്നു? എപ്പോ പണഞ്ഞു? പറഞ്ഞല്ലോ. MA ബേബി ആണോ ഇവിടുത്തെ മുഖ്യമന്ത്രി? MA ബേബി പറഞ്ഞാൽ MA ബേബിക്കൊന്നും ഒരു റോളും ഇല്ല. പിന്നെ ആ മനുഷ്യനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് SDPIയുമായിട്ട് സന്ധി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ആ പുള്ളിക്കാരൻ പറഞ്ഞു. നിർത്തൂ. നിങ്ങളുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിൽ വാ തുറക്കുന്നില്ല? ഞങ്ങൾക്ക് സൗകര്യമില്ല. നിങ്ങൾ പറയുന്ന പോലെ പറയും. ഞങ്ങൾ നിന്നേരാ. അണ്ണാക്കിലെ പിരിവെട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് മുണ്ടുപൊക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ പക്ഷേ ഇപ്പം അങ്ങോട്ട് മുണ്ടുപൊക്കാൻ കഴിയില്ല. ഒരു സൈഡിൽ കാക്കി, മറ്റേ സൈഡിൽ പച്ചയും. ഞങ്ങൾക്ക് ചുവപ്പ് തന്നെയാണ്. കണ്ടല്ലേ? ചുവപ്പ് നമുക്ക് തോന്നും ചെവലയാണെന്ന്. ചുവപ്പ് തന്നെയാണ്. അതിൽ ഒരു കാവിയില്ല, ഒരു പച്ചയില്ല. കേട്ടോ, ഒരു നിലപാടേ ഉള്ളൂ. എന്നിട്ട് വന്നിരുന്ന് മറ്റേ ഡയലോഗ് അടിക്കുന്നതോ നിലപാട് രമേശ് ചെന്നിത്തലയാണ് ഇതെല്ലാം ചർച്ച വഴിതിരിച്ചു വിടുന്നത്. ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച CPM ലീഗിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് SDPI കൂട്ടുകെട്ട് ഉന്നയിച്ച് ചെന്നിത്തല ചർച്ച വഴിതിരിച്ചു. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും നിങ്ങളുടെ പാർട്ടിയിൽ കൂട്ടയടി നടക്കുന്ന എന്തിനാ? ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളുടെ പാർട്ടിയിൽ ആലപ്പുഴയിലെ CPMൽ നിന്ന് മറ്റേ രാജിവെച്ച് പോയത് എന്തിനാ? പാർട്ടിക്ക് SDPIയുമായുള്ള ബന്ധം ചർച്ചയാക്കി. ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ പോട്ടെ. മറ്റേ പത്തനംതിട്ടയിലെയും മറ്റേ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ആലപ്പുഴ മേഖലയിലെ ചില പഞ്ചായത്തുകളിൽ നിങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? പൊളിറ്റിക്കൽ സ്റ്റണ്ട്. SDPI വോട്ടില്ല. എന്നിട്ടോ വർഗീയതയെ ഞങ്ങൾ അങ്ങോട്ട് തള്ളുവെന്നാ? ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല. ഞങ്ങൾ SDPI പിന്തുണ വേണ്ടെന്ന് പരസ്യമായിട്ട് പറയാൻ തയ്യാറല്ല. രഹസ്യമായിട്ട് പോയി പറഞ്ഞോളാം. എന്തുകൊണ്ട് രഹസ്യമായിട്ട് നിങ്ങൾ പറയുന്നത് എന്തിനാ? പരസ്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ. നിങ്ങൾക്ക് മറ്റേ ഇരട്ടച്ചങ്കും അത് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ രഹസ്യമായിട്ട് പറയുള്ളൂ കേട്ടോ. രഹസ്യബന്ധം ഉണ്ടെന്ന് അതാ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് അവിഹിതമാണെന്ന് SDPIക്കാരുമായിട്ട്. ഇതൊക്കെ ഒരു പുകമറയാണ്. ഇവിടുത്തെ നമുക്കറിയാലോ, ഈ രാഷ്ട്രീയത്തിന്റെ ഇടയിൽ കൂടി മതം കയറ്റുന്ന ആ സംഭവം അറിയാം. ആരാണ് രാഷ്ട്രീയത്തിനിടയിൽ കൂടെ ഇവിടെ മതം കയറ്റുന്നത്? അവിടെ നാട്ടുകാർക്ക് അറിയാം കേട്ടോ. ഇവിടെ ചിന്തിക്കുന്ന ബോധമുള്ള മനുഷ്യരുണ്ട്. ആ ചിന്തിക്കുന്ന ബോധമുള്ള മനുഷ്യരാണ് ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അത് പിന്നെ ഞങ്ങൾക്ക് അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമാ. ഇവരുടെ മറ്റേ അടിപ്പാവാടയുടെ അടിയിൽ SDPIക്കാരിക്കുന്നത്. മുഖ്യമന്ത്രി ആ ചോദ്യത്തിന് മറുപടി തന്നില്ല. അയ്യോ, മുക്കുവായിരുന്നു നിന്ന്. അതെ, ചോദ്യം ചോദിച്ചപ്പോ മുക്കുവായിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും മുഖ്യമന്ത്രി മറുപടി തരാറുണ്ടോ? ഈ ചോദ്യത്തിന് അങ്ങനെ മറുപടി ആയിരുന്നു എല്ലാത്തിനും മറുപടി തന്നത്. അതന്നെ ഞാൻ പറഞ്ഞു, തരില്ല. അതുപോലെ ഈ ചോദ്യത്തിന് തന്നില്ല മറുപടി. തരാതിരിക്കാൻ മാത്രമേ. പിണറായി വിജയന്റെ വീട്ടിലെ കാര്യമല്ല ചോദിച്ചത്, കമലയ്ക്ക് പെൻഷൻ കിട്ടുന്ന കാര്യമല്ല ചോദിച്ചത്, വീണമോളുടെ കുടുംബ എന്തെന്നാ പറയുന്നത്, ദാമ്പത്യ ബന്ധത്തെ കുറിച്ചല്ല നമ്മൾ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? കേരളത്തിലെ വിഷയങ്ങളെ കുറിച്ചാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പണയാൻ സൗകര്യമില്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ അണ്ണാക്കിലെ പിരി വെട്ടി എന്നാണ്. നിങ്ങളല്ലേ കോലിട്ടിളക്കാൻ നടക്കുന്നത്? നിങ്ങളല്ലേ എല്ലാവരുടെയും ജമാഅത്തെ ഇസ്ലാമി ബന്ധം തപ്പിപ്പോകുന്നത്? നിങ്ങളുടെ ബന്ധങ്ങളും നാട്ടുകാർ പറയും. ഇങ്ങനത്തെ കൊനിഷ്ഠ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങളുടെ മുഖ്യന്റെ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? കടക്ക് പുറത്ത് പറയും. പിന്നെ ഞങ്ങൾ മറുപടി പറയില്ല. ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും മിണ്ടു. അതാ പറഞ്ഞത്, പറയാൻ നട്ടല്ലില്ല. നട്ടലില്ലാത്തതിന്റെ പ്രശ്നമില്ല. ഇരട്ടച്ചങ്ക്, ക്യാപ്റ്റൻ, കപ്പിത്താൻ തള്ളി മറിക്കാങ്ങ്. ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്ന് പറയാൻ. ഞങ്ങൾക്ക് സൗകര്യമില്ല. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയാൻ ഞങ്ങൾ എന്തോന്ന്? ഐ ആം ദ ആൻസർ. ഏപ്പരാച്ചികള് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല, അന്നേരം അങ്ങ് മുണ്ടു നോക്കാൻ നടക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം ഞങ്ങൾക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ പറയിക്കരുത്. വർഗീയതയായിട്ട് നമുക്ക് ബന്ധമില്ലെന്ന്
വലിക്കട മൂട്. ഒലക്കര മൂട്.